ഇന്ന് കറി വെക്കാൻ നോക്കിയിട്ട് ഒന്നുമില്ല. അപ്പം നമുക്ക് പറമ്പിലെ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു കറി ഉണ്ടാക്കിയാലോ? കപ്പളങ്ങ കിട്ടിയിട്ടുണ്ട്. കപ്പളങ്ങ എന്ന് പറഞ്ഞാൽ പപ്പായ, കോമയ്ക്ക, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും. അത് നമ്മൾ വെള്ളരിക്ക ഒക്കെ കറി വെക്കുകയല്ലേ മോരൊഴിച്ച് എന്ന് പറഞ്ഞ പോലെ ചെറുതായിട്ട് അരിയണം. നല്ല ഇച്ചിരി പാടാണ്. എന്നാന്ന് വെച്ചാൽ തൊലി ചെത്തണം, അതിൻ്റെ അകത്തെ വെത്തണം. ഈ സാധനം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചിലമ്പിക്ക, ഞങ്ങൾ ഇരുമ്പപ്പുളി എന്ന് പറയും, ചിലമ്പിക്ക, പല പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇതും കൂടെ ഇട്ടാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിട്ട് ഇങ്ങനെ കറി വെക്കുന്നത്. ഞങ്ങളുടെ അമ്മച്ചിയാണ് ഞങ്ങളെ ഇത് പഠിപ്പിച്ചത്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ വലിയ കറികളൊന്നും വെക്കാൻ അറിയത്തില്ലെങ്കിലും അത്യാവശ്യമൊക്കെ വെക്കുകയുള്ളായിരുന്നു. അപ്പോൾ അമ്മച്ചി കാണിച്ചു തന്ന ഒരു കറിയാണ് കപ്പളങ്ങയും ഇരുമ്പപ്പുളിയും ഒക്കെ ഇട്ട് ഇങ്ങനെയൊരു കറി. നല്ല ടേസ്റ്റുണ്ട്. അമ്മച്ചി വെക്കുന്ന അത്ര ഒക്കത്തില്ലെങ്കിലും അത്യാവശ്യം എല്ലാം അരിഞ്ഞ് പച്ചമുളകും കീറിയിട്ട് ഇരുമ്പപ്പുളിയും കപ്പളങ്ങയും എല്ലാം കൂടെ വെള്ളം ആവശ്യത്തിനൊഴിച്ച് വേവിക്കാൻ വെച്ചു. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങായ, പച്ചക്കടുക്, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, ജീരകം ശകലം മതി, പച്ചക്കടുകും കുറച്ച്. അത് ആ കടുകിനകത്താണ് ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഇത് നല്ല മഷി പോലെ അരയ്ക്കണം. ഞാനത് തിളച്ചോന്ന് നോക്കുമായിരുന്നു. അങ്ങനെ അത് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. വേകണം, കുറച്ച് വെള്ളം പറ്റണം. അങ്ങനെ ഇത് നമുക്ക് മഷി പോലെ നല്ലതായിട്ട് തിളച്ച് വേകാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. വലിയ വേവില്ലെങ്കിലും ഇത് മഷി പോലെ അരച്ച് അതിനകത്തോട്ട് ഇച്ചിരി തൈര്, നല്ല കട്ട തൈരും കൂടെ അടിക്കണം കേട്ടോ. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. കുറച്ച് തൈരും കൂടെ അങ്ങോട്ട് കൂട്ടി അത് അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് അത് വെന്തോന്ന് നോക്കാം. കറിയല്ല, കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിയുമ്പോഴേ നമുക്കിത് ചേർക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അത് കുറച്ചും കൂടെ പാകമുണ്ട്. അപ്പം നമുക്കൊന്ന് കടുക് പൊട്ടിച്ചേക്കാം. അങ്ങനെ ചീനച്ചട്ടി അടുപ്പേ വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതായിട്ട് ചൂടാകുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമുക്ക് എന്താ ഇടുന്നത്? ഉലുവ ഒരു പ്രത്യേക ടേസ്റ്റായി കറിക്ക്. അതായത് ഇപ്പോൾ തൈര് ഒഴിച്ചാണല്ലോ. അങ്ങനെ ഉലുവ പൊട്ടിക്കഴിയുമ്പം കടുകും കൂടെ ഇടണം. കടുകും പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ചെറിയുള്ളി, വറ്റൽമുളകും കൂടെ മൂപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് അത് നല്ലതായിട്ട് മൂക്കണം കേട്ടോ. ഒരു ബ്രൗൺ കളറാണ്, എന്നാലേ ഉള്ളൂ ആ അരപ്പ് ചേർത്ത കറിക്കകത്തോട്ട് ചേർക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടോപ്പിൽ നല്ല ഭംഗിയിൽ കിടക്കുകയുള്ളൂ. ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉണക്കമുളക് നമ്മളിങ്ങനെ കറിക്കകത്തുനിന്ന് ഞെരടി ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ എന്നാ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ അരപ്പ് കഷ്ണത്തിനകത്തോട്ട് ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കുമായിരുന്നു ഞാൻ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സൂപ്പറാണ്. അങ്ങനെ നമുക്കത് അരപ്പും കൂടെ അങ്ങോട്ട് മൂപ്പിച്ചത് അങ്ങോട്ട് ഒഴിക്കാം. കണ്ടില്ലേ, നല്ലൊരു കളറല്ലേ. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്.